ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയെന്നോണമായ സൗഖ്യദായകമായ കുദാശ എന്നറിയപ്പെടുന്ന രോഗീ ലേപനത്തെക്കുറിച്ചാണ്. ഈ ചർച്ചയ്ക്കായിട്ട് ഇവിടെ എത്തിച്ചേർന്ന അഭിവന്ദ്യ പാമ്പ്ളാനി പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കുന്നതിനായി തങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കടുമേനി സെൻറ് മേരീസ് ഇടവകയിലെ മതാധ്യാപകർക്കും യുവജനങ്ങൾക്കും ഏറ്റവും ഹൃദയപൂർവ്വമായ സ്വാഗതം ആശംസിക്കുന്നു. കടുമേനി ഇടവകയിൽ നിന്നുള്ള മതാധ്യാപകരും യുവജനങ്ങളുമാണ് ഈ ചർച്ചയ്ക്കായി എത്തിയിരിക്കുന്നത്, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെ നിങ്ങളുടെ ഇടപെടലുകൾ, സംവാദങ്ങൾ ഒക്കെ വളരെ ഗുണകരമായിരുന്നു, വളരെ ഭാവാത്മകമായിരുന്നു. അതിന് ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ ദിവസവും നിങ്ങൾ വളരെ സർഗാത്മകമായി സംവാദത്തിൽ പങ്കെടുക്കും എന്ന് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ എനിക്കറിയാം. ഏത് വിഷയത്തെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്യുന്നത്? രോഗീ ലേപനത്തെക്കുറിച്ചാണ്, അല്ലേ? ഈ രോഗീ ലേപനം എന്ന കൂദാശ ആർക്കാണ് പരികർമ്മം ചെയ്യാൻ അവകാശമുള്ളത്? ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഈ കൂദാശ വ്യക്തികൾ സ്വീകരിക്കുന്നത്? ഈ കൂദാശ സ്വീകരിക്കാൻ വേണ്ട അടിസ്ഥാന യോഗ്യതകൾ എന്തൊക്കെ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായും സംവദിക്കുക. ഈ ചർച്ചയ്ക്ക് വേണ്ടി സഹായകമായ ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ പറയാൻ മാത്രമേ ഞാൻ മെനക്കെടുന്നുള്ളൂ. അതായത്, രോഗീ ലേപനം ഒരു കൂദാശയാണ്. രോഗങ്ങൾ സുഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ഉദ്ദേശം. മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യം എന്താണ്? നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്, അല്ലേ? നിത്യജീവൻ പ്രാപിക്കുന്നില്ല എങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതം ആരാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അച്ഛനാണോ, മെത്രാനാണോ, മാർപ്പാപ്പയാണോ, ഒരു ഗുണവുമില്ല. വലിയ മുതലാളിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിത്യജീവൻ പ്രാപിക്കാത്ത എല്ലാ ജീവിതങ്ങളും പാഴായി പോകുന്ന ജീവിതമാണ്. അതുകൊണ്ട് ഇതര കൂദാശകളെ പോലെ രോഗീലേപനം എന്ന കൂദാശയും ആത്യന്തികമായി ലക്ഷ്യം വയ്ക്കുന്നത് ഒരു വ്യക്തിയുടെ നിത്യരക്ഷയാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കും. ആ നിത്യരക്ഷയ്ക്ക് ആവശ്യമായ വരപ്രസാദം ഈ രോഗിക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ കൂദാശയിലൂടെ അടിസ്ഥാനപരമായി നാം ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് ഈ കൂദാശയുടെ പരമമായ ലക്ഷ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? നിത്യരക്ഷ, നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കൂദാശ എല്ലാ രോഗികൾക്കും സ്വീകരിക്കാവോ എന്ന് ചോദിച്ചാൽ മാമോദീസ സ്വീകരിച്ച രോഗികൾക്കാണ് എന്തുള്ളത്? രോഗീലേപനം എന്ന കൂദാശ സ്വീകരിക്കാൻ അവകാശം. കാരണം മറ്റെല്ലാ കൂദാശകൾക്കും അർത്ഥം നൽകുന്നത് മാമോദീസായിലൂടെ ക്രിസ്തുവിനോടും തിരുസഭാഗാത്രത്തോടും ഒരു വ്യക്തി ഐക്യത്തിലെത്തിക്കഴിഞ്ഞാലാണ് ഈ കൂദാശയ്ക്കുള്ള അർഹത ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇങ്ങനെ ഈ കൂദാശയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങളും മേഖലകളും നിങ്ങൾ ചർച്ചയ്ക്കായി ഒരുങ്ങിയാണ് വന്നിരിക്കുന്നത് എന്നെനിക്കറിയാം. കൂടുതൽ വിശദാംശങ്ങൾ ഈ കൂദാശയുമായി ബന്ധപ്പെട്ടവ നിങ്ങളുടെ ചർച്ചകളിലൂടെ വെളിപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയുള്ള സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ചർച്ചകളെ ക്രോഡീകരിക്കാനായി എടുക്കാം. അതിനുശേഷം നമ്മൾക്ക് സംവാദത്തിലേക്ക് പ്രവേശിക്കാം. ഇനി അടുത്ത ചോദ്യം ആരാണ്? അടുത്ത ചോദ്യം ചോദിക്കുന്നത്? ഓക്കെ, സാറിന്. എൻ്റെ പേര് ജോസഫ് വടക്കേപ്പറമ്പിൽ. പിതാവേ, ദൈവവിശ്വാസവും കൂദാശ ജീവിതവും ഉപേക്ഷിച്ച് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുമായി കഴിഞ്ഞിരുന്ന സമൂഹത്തിൽ അറിയപ്പെടുന്നൊരു വ്യക്തി മരിക്കുന്ന സമയത്ത് സഭ അദ്ദേഹത്തിന്
രോഗിലേപനം എന്ന കൂദാശ നൽകുകയും അത് വലിയ വിവാദമായി തീരുകയും ചെയ്തു. സഭയും സഭാ സമൂഹത്തെയും സഭാ നേതൃത്വത്തെയും ഒക്കെ സമൂഹത്തിന് മുമ്പിൽ അവഹേളിക്കുന്ന രീതിയിലുള്ള ചർച്ചകളും വിഷയങ്ങളൊക്കെ ഉണ്ടായി. എൻ്റെ സംശയം ഇതാണ്, ഈ കൂദാശ നൽകപ്പെടേണ്ടത് വിശ്വാസമുള്ളവർക്കും ഈ കൂദാശ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുമല്ലേ? അല്ലാത്തവർക്ക് ഈ കൂദാശ നൽകുമ്പോൾ മുമ്പ് സൂചിപ്പിച്ച പ്രശ്നങ്ങളുണ്ടാകും. അത് സഭ അറിഞ്ഞുകൊണ്ട് ഒരു അപകടത്തിലേക്ക് ചെന്ന് ചാടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായി പോയില്ലേ എന്നെനിക്കൊരു സംശയമുണ്ട്. പിതാവിൻ്റെ വിലയേറിയ അഭിപ്രായം ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യെസ്, ജോസഫ് വടക്കേപ്പറമ്പിൽ സാറ് ഒരു ഗതകാല പ്രശ്നത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. പ്രശ്നത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ വിശ്വാസികൾക്കും അറിവുള്ളൊരു സംഭവത്തെക്കുറിച്ചാണ് സാറ് സൂചിപ്പിക്കുന്നത്. സാറ് സൂചിപ്പിച്ച ചോദ്യത്തിൻ്റെ ആ വ്യക്തിപരമായ വിഷയത്തിനപ്പുറത്ത് അതിൻ്റെ പിന്നിലെ ദൈവശാസ്ത്ര മാനത്തെ മാത്രമേ ഞാൻ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതായത് ഒരു കൂദാശ ജീവിതകാലം മുഴുവൻ നിരീശ്വരവാദിയായി കഴിഞ്ഞ ഒരാൾ ബോധമില്ലാതെ കിടക്കുമ്പോൾ അയാൾക്ക് പോയി അന്ത്യകൂദാശ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇതാണ് ചോദ്യം, ഇല്ലേ? തീർച്ചയായും ഇവിടെ രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, ആ വ്യക്തിയുടെ മേൽ നമ്മളൊരു വിധിയും പ്രസ്താവിക്കുന്നില്ല. ഒരുപക്ഷെ അബോധാവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യന് നമ്മൾ നോക്കുമ്പോഴാണ് സംസാരിക്കാൻ പറ്റുന്നില്ല, കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തിയുടെ അന്തരാത്മാവ് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. നമുക്ക് ആ വ്യക്തിയുടെ അപ്പോഴത്തെ യഥാർത്ഥ അവസ്ഥ നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആ വ്യക്തി തൻ്റെ നിരീശ്വരവാദ ചിന്തകളെ ഓർത്ത് അനുതപിക്കുകയും ദൈവത്തിങ്കലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് എങ്കിൽ ആ വ്യക്തിക്ക് അത് പ്രയോജനം ചെയ്യട്ടെ എന്ന് സഭാമാതാവ് ചിന്തിക്കാം. അതിനകത്ത് കുഴപ്പമില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പമുള്ള വ്യക്തികൾ, ഇപ്പം ജീവിത പങ്കാളിയാകാം, മക്കളാകാം, മാതാപിതാക്കളാകാം, അവർ പറയാം, ദേ അച്ചോ ഞങ്ങളുടെ ആൾക്ക് ഒരു രോഗീലേപനം കൊടുക്കണം. അദ്ദേഹത്തിന് ഒരുപക്ഷെ വിശ്വാസമില്ലാത്ത ആളായിരിക്കും. അദ്ദേഹത്തിന് പകരം ജീവിത പങ്കാളി, മക്കൾ അദ്ദേഹത്തിൻ്റെ അബോധാവസ്ഥയിൽ അത് ആവശ്യപ്പെടുമ്പോഴും സഭയ്ക്കത് ചെയ്യാം. കാരണം എന്താണ്? അയാൾക്ക് വിശ്വാസക്കുറവുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയുടെ വിശ്വാസവും മക്കളുടെ വിശ്വാസവും പരിഹാരമായി സമർപ്പിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് ആ കൂദാശ സ്വീകരിക്കാൻ പറ്റും എന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുക. ഇനി കൂദാശകളോട് അദ്ദേഹത്തിന് പൂർണ്ണമായും വെറുപ്പാണ്, ഈ അവസ്ഥയിലും അദ്ദേഹത്തിന് കൂദാശ സ്വീകാര്യമല്ല എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് കൂദാശ കൊടുക്കുന്നതിൽ അർത്ഥമില്ല. കാരണം കൂദാശ കല്ലെറിഞ്ഞ് പിടിപ്പിക്കുന്നത് പോലെ എറിഞ്ഞു പിടിപ്പിക്കാൻ പറ്റുന്നൊരു സാധനമല്ല. ഒരു വ്യക്തി പൂർണ്ണമായ അറിവോടെ, സമ്മതത്തോടെ, സ്വാതന്ത്ര്യത്തോടെ സ്വീകരിക്കേണ്ടതാണ് കൂദാശകൾ. അതിന് സാഹചര്യമില്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില മാനദണ്ഡങ്ങൾ കൂടി സഭ നിശ്ചയിച്ചിട്ടുള്ളൂ. ഒന്നാമത്തെ മാനദണ്ഡം ഒരു വ്യക്തിയുടെ പൂർണ്ണമായ അറിവോടെ, സമ്മതത്തോടെ, സ്വാതന്ത്ര്യത്തോടെ ചെയ്യേണ്ട കാര്യം. രോഗീലേപനം, അതുപോലെ കുംഭസാരം, വിശുദ്ധ കുർബാന. മാമോദീസ മാത്രം എന്താണ്? മാമോദീസ ഒരു വ്യക്തിക്ക് ആത്യന്തികമായി മാതാപിതാക്കളുടെ സമ്മതത്തോടെ ചെയ്യാം. അതാണ് ശിശു മാമോദീസ. പക്ഷേ ഇവിടെയും നമുക്കറിയാം, ഈ രോഗീലേപനം ഒരു വ്യക്തിക്ക് സ്വന്തം തിരിച്ചറിവിൻ്റെ പേരിൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സൃഷ്ടാവായ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി ആ വ്യക്തിയെ നവീകരിക്കുന്ന, പുതിയ സൃഷ്ടിയാക്കുന്ന ഒരു അനുഭവമാണ് അവിടെ ലഭിക്കുക. അതുകൊണ്ട് തന്നെ രോഗീലേപനം എന്ന കൂദാശ സാധിക്കുന്നത്ര വ്യക്തികൾക്ക് നൽകുന്നതിന് വിശ്വാസികളുടെ പ്രോത്സാഹനവും വിശ്വാസികളുടെ ഇടപെടലും സഭ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് പ്രസ്തുത സംഭവത്തിൽ സഭ കൂദാശ നൽകിയത് സഭയുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു തെറ്റാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. സഭ എക്കാലവും തൻ്റെ മക്കൾക്ക് ഈ കൂദാശകൾ നൽകാനും
അതുവഴി ആ വ്യക്തിയുടെ നിത്യരക്ഷ ഉറപ്പാക്കാനും കിട്ടുന്ന ഒരവസരവും സഭ നഷ്ടപ്പെടുത്താറില്ല എന്നതാണ് സത്യം. അതായത് നമ്മൾ ഈ നിരീശ്വരവാദം എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ കബളിപ്പിക്കാൻ പറയുന്ന ഒരു സൂത്രമാണ്. എന്തെങ്കിലുമൊക്കെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ദൈവത്തെ മനുഷ്യൻ പണയം വയ്ക്കുന്നതാണ് നിരീശ്വരവാദം എന്ന് പറയുക. മനുഷ്യന് യഥാർത്ഥത്തിൽ നിരീശ്വരവാദിയാകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഉത്തരവാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ നിരീശ്വരവാദിയാകാൻ പറ്റില്ല. കാരണം എന്താ? അവൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ്, ദൈവത്തിങ്കലേക്ക് തിരിച്ചു പോകേണ്ടവനാണ്. ഒരു സ്ഥിരബുദ്ധിയുള്ള ഒരു മനുഷ്യന് അതുകൊണ്ട് തന്നെ ദൈവത്തെ മറക്കാൻ സാധിക്കുക. അതില്ലാത്തവൻ, സ്ഥിരബുദ്ധി ഇല്ലാത്തവൻ ചിലപ്പോൾ സ്ഥിരബുദ്ധി ഉണ്ടാകുന്നത് വരെയും നിരീശ്വരവാദിയായി ജീവിക്കാൻ ഇടയുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ നിരീശ്വരവാദികൾ എന്ന് അവകാശപ്പെടുന്നവരിൽ 99% വിശ്വാസികൾ തന്നെ. അവരൊരു ഫാഷന് വേണ്ടിയും ചില പ്രത്യയശാസ്ത്രങ്ങളുടെ വക്താക്കളാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയും നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ. എൻ്റെ പേര് അതുല്യ കായാങ്കാട്ടിൽ. പിതാവേ, ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് പരാജയപ്പെട്ട് അത്യാസന്ന നിലയിൽ കഴിയുന്ന ഒരു വ്യക്തി അന്ത്യനിമിഷത്തിൽ രോഗീലേപനം എന്ന കൂദാശ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ കൊടുക്കാൻ സാധിക്കുമോ? അഥവാ കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിന് ഫലമുണ്ടാകുമോ? യെസ്, അതുല്യയുടെ ചോദ്യം വളരെ നാടകീയമായൊരു ചോദ്യമാണ് അല്ലേ? ഒരുവൻ തൂങ്ങിച്ചാകാൻ വേണ്ടി മരത്തേ കയറി, കയറ് കെട്ടി എടുത്ത് താഴോട്ട് ചാടി. കഷ്ടകാലം എന്നല്ലാതെ ഇന്നത്തെ കാലത്ത് കയറിനെ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല. കയറ് പൊട്ടി താഴെ വീണു. ആളുകൾ കണ്ടു, ഓടിയെടുത്ത് അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇച്ചിരി തൊലി പോയി, ഇവിടെയൊക്കെ മുറിഞ്ഞു. എങ്കിലും രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. വലിയ സജ്ജീകരണങ്ങളോടെ ഓപ്പറേഷൻ നടത്തി രോഗിയെ രക്ഷപ്പെടുത്തുന്ന അവസരം. ആ നേരത്ത് രോഗിക്ക് ഇനി മരിച്ചു പോയാലോ എന്ന് വിചാരിച്ച് ബന്ധുക്കളെല്ലാം കൂടെ വിളിച്ച് അന്ത്യകൂദാശ അല്ലെങ്കിൽ രോഗീലേപനം കൊടുക്കുന്നു. ഇതുകൊണ്ട് വല്ലോ ഗുണമുണ്ടോ എന്നാണ് അതുല്യയുടെ ചോദ്യം. അതുല്യയുടെ അഭിപ്രായം എന്താ? ഗുണമുണ്ടോ ഇല്ലയോ? അതായത് വളരെ ബുദ്ധിമുട്ടാണ് അതിന് ഉത്തരം പറയാൻ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതായത് ഈ ആത്മഹത്യ എന്ന് പറയുന്നതിനെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തി മഹാപാപിയാണ്, ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത പാപാവസ്ഥയിലാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പലപ്പോഴും ആത്മഹത്യ ചെയ്യുന്നത് ആരാണ്? ഭീരുക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത്. ശരിയല്ലേ? ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളോട് ക്രിയാത്മകമായി സംവദിക്കാൻ കഴിവില്ലാതെയുള്ള ഒളിച്ചോട്ടമാണ് ഏത്? ആത്മഹത്യ എന്ന് പറയുന്നത്. ചിലപ്പോൾ കമിതാക്കൾ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കാറ്. രണ്ടുപേരുടെയും പ്രേമം മൂത്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി നമുക്ക് കല്യാണം കഴിക്കാൻ സമ്മതിക്കുകയില്ല, അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ മേലാത്തത് കൊണ്ട് നമുക്ക് ഒന്നിച്ച് മരിക്കാവേ എന്നൊക്കെ പറഞ്ഞ് ഒരേ കയറിൻ്റെ രണ്ടറ്റത്ത് കെട്ടി തൂങ്ങുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈയിടെയും നമ്മുടെ നാട്ടിലൊരു സംഭവം നടന്നു അല്ലേ? യെസ്, ഞാൻ പറയുക അത് ഭീരുത്വമാണ്. ഇത്രയും ധൈര്യമില്ലാത്തവരൊന്നും പ്രേമിക്കാൻ ഇറങ്ങരുത്. പ്രേമിക്കാൻ പോകുന്നവന് ഒരു മിനിമം ധൈര്യം വേണം അല്ലേ? കല്യാണം കഴിക്കുന്നവന് മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യം വേണമെന്ന് പറഞ്ഞതുപോലെ പ്രേമിക്കുന്നവന് ഒരു മിനിമം ധൈര്യം ആവശ്യം. അതുകൊണ്ട് ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു പാപം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തിൻ്റെ കുറവിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. പ്രതിസന്ധികളോട് എതിരിടാനുള്ള കരുത്ത് ആ വ്യക്തിക്കില്ല, ആ മാനസിക ഊർജം ആ വ്യക്തിയിലില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്നതോ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നതോ ആ വ്യക്തി നിത്യനാശത്തിലേക്ക് പോയി എന്നുള്ളതിൻ്റെ സൂചനയായി നമ്മൾ ആരും എടുക്കേണ്ടതില്ല. ആ വ്യക്തിയെ ദൈവം വിധിക്കട്ടെ എന്നാണ് തിരുസഭയ്ക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ
ഒരു വ്യക്തി ആത്മഹത്യാ ശ്രമത്തിനിടയിൽ ആശുപത്രിയിലായാൽ ആ വ്യക്തിക്ക് രോഗീലേപനം എന്ന കൂദാശ കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കൊടുക്കണം. കാരണം എന്തുകൊണ്ടാണ്? ആ വ്യക്തിയും ഈശോമിശിഹായുടെ തിരുരക്തത്തിൻ്റെ മുദ്രയുള്ള വ്യക്തിയാണ്. അവന് വേണ്ടി കൂടിയാണ് ഈശോ കുരിശിൽ മരിച്ചത്. അതുകൊണ്ട് തന്നെ അവന് രോഗീലേപനം എന്ന കൂദാശയ്ക്ക് അവകാശമുണ്ട്. അതുല്ല വീണ്ടും ചോദിച്ചത്, അങ്ങനെ കൊടുത്താൽ വല്ല ഗുണവും കിട്ടുമോ? തീർച്ചയായും കിട്ടും. കാരണം എന്താണ്? ആത്മഹത്യ എന്ന അപകടകരമായ തെറ്റ് അവൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചു. അതിൽ നിന്നുള്ള വിമോചനവും അവൻ്റെ ശരീരത്തിനുള്ള സൗഖ്യവും ദൈവം പ്രദാനം ചെയ്യുന്നു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് ആ വ്യക്തി, ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വ്യക്തിക്ക് രോഗീലേപനം എന്ന കൂദാശ കൊടുക്കാം എന്ന് മാത്രമല്ല, ആ വ്യക്തിക്ക് അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും എന്നുമാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം. ഓക്കെ, സാറിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് റെജി മടിക്കാങ്കൽ. പിതാവേ, ഒരാൾ തൻ്റെ ജീവിതകാലത്ത് തെറ്റായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച അവിശ്വാസിയായ വ്യക്തിയാണ്. അദ്ദേഹം തൻ്റെ ഗുരുതരമായ രോഗാവസ്ഥയിൽ രോഗിലേപനം എന്ന കൂദാശ സ്വീകരിച്ചാൽ ആ കൂദാശയുടെ പൂർണ്ണമായ ഫലം അദ്ദേഹത്തിന് ലഭിക്കുമോ? അങ്ങനെയെങ്കിൽ തെറ്റായ രീതിയിൽ ജീവിച്ചിട്ട് അവസാന നിമിഷം നമ്മൾ രോഗിലേപനം എന്ന കൂദാശ സ്വീകരിച്ചാൽ പോരെ? സാറ് മടിക്കാങ്കൽ എന്നാണ് അല്ലേ? എങ്ങനെയാ വീട്ടുപേരുണ്ടായെന്ന് വല്ലതും അറിയാമോ? മൊത്തത്തിലൊരു മടിയുണ്ട്. അതാണ് സാറ് സൂചിപ്പിച്ചത്. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അങ്ങനെ ഒരു മടിയാണ് അല്ലേ? ഏതാണ് സാറിൻ്റെ ചോദ്യം? ഇതാണ്. ഈ രോഗിയിലെ ഒരുവൻ ശുദ്ധ തരികിടയായിട്ട് നടന്നു, സർവത്ര അലമ്പുകളിൽ ഏർപ്പെട്ട് ജീവിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് മരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അവൻ ഒരു അന്ത്യകൂദാശ, രോഗീലേപനം അങ്ങ് സ്വീകരിച്ചു. അതോടെ എല്ലാ പ്രശ്നവും തീർന്നു. പിന്നെ അവൻ എവിടെയെത്തി? സ്വർഗത്തിലെത്തും. എന്നാൽ പിന്നെ അതുപോലെ എന്തിനാ ഈ ബാക്കിയുള്ളതെല്ലാം എന്ന ഒരു ചോദ്യമാണ് സാറ് ചോദിച്ചത്. ഇതിന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിചാരിക്കുന്ന നേരത്തല്ല നമ്മൾ മരിക്കുന്നത്. നമ്മളല്ല മരണത്തിൻ്റെ അധികാരി. ആരാണ് മരണത്തിൻ്റെ അധികാരി? ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ മരിക്കാൻ നേരത്ത് അന്ത്യകൂദാശ സ്വീകരിച്ച് നല്ല മരണത്തിന് ഒരുങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് എളുപ്പമല്ല. ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ഒരു വ്യക്തി എപ്രകാരം ദൈവ ഐക്യത്തിൽ കൂദാശ ജീവിതം നയിച്ച് ജീവിച്ചോ അത്തരം വ്യക്തികൾക്കാണ് ദൈവം പലപ്പോഴും ഈ രോഗീലേപനം സ്വീകരിച്ച് ഒരുക്കത്തോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകുക. ഒരിക്കലും കുമ്പസാരിക്കാത്ത, ഒരിക്കലും കുർബാന സ്വീകരിക്കാത്ത, സഭാജീവിതം നയിക്കാത്ത ഒരു വ്യക്തിക്ക് പലപ്പോഴും ഈ രോഗീലേപനം എന്ന കൂദാശ സ്വീകരിക്കാനുള്ള അവസരമോ ഭാഗ്യമോ ലഭിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇനി അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയാൽ അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ, ആ വ്യക്തിയുടെ നിത്യരക്ഷയെ സംബന്ധിച്ച തീരുമാനം, വിധി പറയാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അതാരുടെ അവകാശമാണ്? ദൈവത്തിൻ്റെ അവകാശം. ദൈവമാണ് അത് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ വ്യക്തി അവസാന നിമിഷത്തിൽ ആ വ്യക്തി മാനസാന്തരപ്പെട്ടോ നമുക്കറിഞ്ഞുകൂടും. അവസാന നിമിഷത്തിൽ താൻ അനുഭവിച്ച മുഴുവൻ വേദനകളെയും സഹനങ്ങളെയും ആ വ്യക്തി തൻ്റെ നാളിതുവരെയുള്ള പാപങ്ങൾക്ക് പരിഹാരമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ നമുക്കറിയത്തില്ല. അവരെ വിധിക്കാൻ നമ്മളാരാണ്? അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ രോഗികൾക്ക് രോഗീലേപനം നൽകണം. അവർക്ക് വേണ്ടി സഭയൊന്നാകെ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. അത് തീർച്ചയായും ആ രോഗികൾക്ക് ഗുണം ചെയ്യും. ആ വ്യക്തിക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ മേലാത്ത സാഹചര്യങ്ങളാണ് എങ്കിൽ ആ കുടുംബാംഗങ്ങൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. രോഗീലേപനം എന്ന കൂദാശ പരികർമ്മം ചെയ്യുന്ന വൈദികൻ തന്നെ ആ വ്യക്തിക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാം എന്നൊക്കെയാണ് സഭ നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ തെറ്റിൻ്റെ വഴിയിലൂടെ നാളിതുവരെയും നടന്നു എന്നുള്ളത് രോഗീലേപനം എന്ന കൂദാശ സ്വീകരിക്കുന്നതിന്
തടസ്സമല്ല. എന്ന് മാത്രമല്ല, ആ വ്യക്തിയുടെ ജീവിതത്തെ നവീകരിക്കാൻ ആ അവസരത്തിൽ സ്വീകരിക്കുന്ന രോഗീലേപനം പോലും സഹായകമാണ് താനും എന്ന് മനസ്സിലാക്കി. നല്ല കള്ളനെ പോലെ അവസരം കിട്ടുമെന്നായിരുന്നു സാറിൻ്റെ ഒരു സംശയം. ഓക്കെ, തീർച്ചയായും അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ടീച്ചറാണ്. പിതാവേ, രോഗിലേപനം എന്ന കൂദാശയിലൂടെ രോഗിക്ക് സൗഖ്യം ലഭിക്കുന്നു. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ലും CCC 1526-ലും ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും രോഗികളാണെങ്കിൽ സഭയിലെ ശ്രേഷ്ഠന്മാരെ അറിയിക്കട്ടെ. അവർ വന്ന് കർത്താവിൻ്റെ നാമത്തിൽ തൈലം പൂശി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന്. പിതാവേ, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ആശുപത്രികളിൽ പോയി പണവും സമയവും വെറുതെ ചെലവഴിക്കുന്നത്? രോഗിലേപനത്തിലൂടെ എല്ലാ രോഗികളെയും സുഖപ്പെടുത്തിയാൽ പോരെ? ടീച്ചറിൻ്റെ പേരെന്നായിരുന്നു? ലീലാമ്മ ടീച്ചർ. തീർച്ചയായും ഇപ്പോൾ ചോദിച്ചത് വളരെ ഗൗരവമുള്ള ചോദ്യം. വിശ്വാസം ശക്തമായിട്ടുണ്ട് എങ്കിൽ ലീലാമ്മ ടീച്ചറെ അത് മതി അല്ലേ? എൻ്റെ കർത്താവ് എനിക്ക് സൗഖ്യം തരുമെന്നും കർത്താവ് സൗഖ്യം തരുന്നില്ല എങ്കിൽ അത് ഞാൻ നിത്യ ജീവനിലേക്ക് പ്രവേശിക്കാൻ സമയമായി എന്നുമുള്ള ഉറച്ച വിശ്വാസം ഉണ്ട് എങ്കിൽ ടീച്ചർ ഇനി മുതൽ ആശുപത്രികളോട് ഗുഡ് ബൈ എന്ന് പറഞ്ഞേക്കും. ഇത്രയും പറയാൻ ധൈര്യമുണ്ടോ ടീച്ചർക്ക്? ഉണ്ട്. ഇത് പറഞ്ഞാൽ പ്രശ്നമാണല്ലോ. എന്തെങ്കിലും ആശുപത്രി കിടക്കുന്നത് ഏതെങ്കിലും പ്രേക്ഷകർ കണ്ടാൽ എന്താകും എന്നല്ലേ ഇപ്പോൾ ടീച്ചർ ചിന്തിച്ചു. അതുകൊണ്ട് പറയണ്ട. പക്ഷേ ടീച്ചറെ, വേറൊരു കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിന് പ്രവർത്തിക്കാൻ ദൈവം രോഗീലേപനം എന്ന കൂദാശ മാത്രമല്ല സ്ഥാപിച്ചു. ദൈവം ഈ ഭൂമിയിൽ ഡോക്ടർമാരെ നിയോഗിച്ചിട്ടുണ്ട്. വൈദ്യശാസ്ത്രത്തെ വളർത്തിയത് ആരാണ്? ദൈവം തന്നെയാണ്. ദൈവം തന്നെയാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദി. ഇങ്ങനെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ പുതിയ പുതിയ മരുന്നുകൾ നൽകിയത്, വിവിധ തരത്തിലുള്ള ചികിത്സാ വിധികൾ നിയോഗിച്ച് വളർത്തിയെടുത്തത്, ഇതെല്ലാത്തിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ കരങ്ങളുണ്ട്. അതുകൊണ്ട് രോഗീലേപനവും ചികിത്സയും വിരുദ്ധ സത്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. ഇവയൊക്കെയും ദൈവത്തിൻ്റെ കരങ്ങളാണ്. എല്ലാവിധ ചികിത്സാ മാർഗങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ശരീരത്തെ സുഖപ്പെടുത്താൻ അവയ്ക്ക് പര്യാപ്തമാകും. പക്ഷേ നമ്മുടെ ആത്മാവിനെ സുഖപ്പെടുത്താൻ കഴിയുന്നത് ആർക്ക് മാത്രമാണ്? ദൈവത്തിന് മാത്രം. അതാണ് രോഗീലേപനം എന്ന കൂദാശയിലൂടെ സംഭവിക്കുക. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ചില ഇവാഞ്ചലിക്കൽ സഭാവിഭാഗങ്ങൾ ആളുകളെ ആശുപത്രി കൊണ്ടുപോകുന്ന പാപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രോഗങ്ങളൊക്കെ വന്നാലും കൊട്ടിയും പാടിയും ഹല്ലേലൂയ സ്തോത്രം ദുഃഖത്തിൻ്റെ പാനപാത്രം എന്നൊക്കെയുള്ള പാട്ടുകൾ പാടി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമായിരുന്നു. പല സിനിമകളിലും ഇങ്ങനെ കളിയാക്കലുണ്ട്. അതായത് രോഗിയെ ആശുപത്രി കൊണ്ടുപോകാൻ സമ്മതിക്കുക. പക്ഷേ ഇത് യഥാർത്ഥ ദൈവീക രഹസ്യം മനസ്സിലാക്കാത്തവരുടെ ചിന്തയാണ്. ദൈവം തന്നെയാണ് വൈദ്യശാസ്ത്രത്തിൻ്റെയും ഉടയവൻ. ദൈവം തന്നെയാണ് എല്ലാ ഡോക്ടർമാരെയും നയിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും. ദൈവം തന്നെയാണ് ആശുപത്രികളെ നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പ്രവർത്തിക്കാൻ ആശുപത്രി ഉപയോഗിക്കാം, ഡോക്ടറെ ഉപയോഗിക്കാം, അതുപോലെ നേഴ്സുമാരെ ഉപയോഗിക്കാം, മരുന്നുകൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ദൈവത്തിന് വൈദികരിലൂടെയുള്ള രോഗീലേപന ശുശ്രൂഷയെയും ഉപയോഗിക്കാം. അതുകൊണ്ട് ഇവയൊക്കെ പരസ്പര വിരുദ്ധമായ സത്യങ്ങളാണ് എന്ന ഒരു ചിന്ത നമുക്ക് ആവശ്യമില്ല. ലീലാമ്മ ടീച്ചറെ, ടീച്ചർക്ക് ഉത്തരം വ്യക്തമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.